ഫാക്ടറി സന്ദർശിച്ചതിന് ശേഷം അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ഇവിടെ ചന്ദനത്തൈലം പ്രോസസ്സ് ചെയ്യുന്നതിന് എവിടെ നിന്നാണ് തടി കൊണ്ടുവരുന്നത്? സാർ, അത് ടാൻസാനിയയിൽ നിന്നാണ്. ടാൻസാനിയയിൽ നിന്ന് നിങ്ങൾ വരുത്തുന്നു തനിക്ക് ഉപയോഗിച്ചു. എന്നാൽ ടാൻസാനിയയിൽ നിന്ന് കൊണ്ടുവരുന്ന തടിയുടെ ഒരു കഷ്ണമെങ്കിൽ തരും. ഞാൻ മൂക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് മണമില്ല, മൂക്കിൻ്റെ അകത്തേക്ക് തല്ലി കയറ്റിയിട്ടും മണമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് പോലെ ടാൻസാനിയൻ ചന്ദനം കൊണ്ടാണ് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറയുന്നത് പച്ച നുണയാണ്. ഇതിന് ചന്ദനത്തിൻ്റെ യാതൊരു ഗന്ധവുമില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മറയൂരിലെ ചന്ദനമല്ലേ നിങ്ങളിവിടെ പ്രോസസ്സ് ചെയ്യുന്നത്? സത്യം പറയുന്നു. സാർ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അവരെന്നോട് രഹസ്യം പറഞ്ഞു, സാർ ഓരോ മണിക്കൂർ കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഇതിൻ്റെ മാനേജർ സ്ഥാനം മാറണം. അത് കഴിഞ്ഞ് വേറൊരാളൊന്നും നിൽക്കും. അയാൾക്ക് ഒരു മണിക്കൂറേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാനേജർമാരെ മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ രഹസ്യം പുറത്തു പോകാതിരിക്കാനാണ്. സാറിനോട് ഇതിൻ്റെ വസ്തുത ഞാൻ പറഞ്ഞാൽ എന്നെ ഒരു പോലും മാനേജർ സ്ഥാനത്ത് മാറ്റി മാത്രമല്ല പോലും. ഞാൻ പറഞ്ഞു, സത്യം നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ മുഴുവൻ ആളുകളെയും ഞാൻ ലോക്കപ്പിലാക്കിയിട്ടേ പോകുന്നു. ഞാനിവിടെ തിരിച്ചു പോകുന്ന നിങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് സത്യം എന്തെന്ന് പറയുന്നു. അവസാനം പറയുന്നില്ല ചന്ദ്രൻ. വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുള്ള ഈ നേതാവിനെ പിന്തുടരാനായിട്ട് ജനകോടികളുണ്ടാവും എന്നുള്ളത് തീർച്ച തന്നെ. സാമ്പത്തിക നയങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്തുള്ളവർക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാനാണ് എന്ന് പറയുന്ന ആ ഒരു വീക്ഷണം മാറ്റിമറയ്ക്കാനാണ് VS ഇക്കണ്ട കാലവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം എത്രമാത്രം കേരളത്തിലെ ജനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇലക്ഷൻ പ്രചാരണ വേളയിൽ ഇപ്പോൾ VSനോടൊപ്പമുള്ള അനേകായിരങ്ങൾ, പതിനായിരങ്ങൾ, കോടികൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ക്ലേശങ്ങൾ, ത്യാഗങ്ങൾ എന്നെല്ലാം പറഞ്ഞു. ഓരോ സമുദായത്തിനും നഷ്ടപ്പെടുന്ന പതിനായിരക്കണക്കിന് ഉദ്യോഗങ്ങൾ നഷ്ടപ്പെടുത്തിയ മിസ്റ്റർ ആന്റണിയുടെ UDFന്റെ നയത്തിനെതിരായി ഒരു ചെറുവിരൽ അലക്കാനോ ഒരു ചെറിയ പ്രസ്താവന പുറപ്പെടുവിക്കാനോ ഒരു സമുദായ നേതാവും തയ്യാറായില്ല. കിള്ളി നമ്മുടെയൊക്കെ അരക്ഷിത ജീവിതത്തിന്റെ തെളിവാണ്. നീതിപാലകരായ പോലീസുകാർ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമത്തെ ഒരു ചെന്നായക്കൂട്ടം പോലെ ആക്രമിച്ച് കടിച്ചു കീറിയതിന്റെ വേദനിപ്പിക്കുന്ന ചരിത്രം. സ്ത്രീകളെ പോലും മാനുഷിക മര്യാദകളൊന്നും പാലിക്കാതെ പോലീസുകാർ കൈകാര്യം ചെയ്തു. അർദ്ധരാത്രി 1:30 മണിയോടുകൂടി ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും സമയത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. 10-40 പോലീസുകാർ വീട് വളയുകയും ഫ്രണ്ടിലെ ഡോർ വന്ന് അടിക്കുകയും തുറക്കാത്ത കാരണത്താൽ ബാക്കിൽ കൂടി വന്ന് പാര കൊണ്ട് ചുറ്റിലുണ്ട് ബാക്കിലെ ഡോർ വെട്ടിപ്പൊളിച്ച് വീട്ടിനകത്ത് കയറുകയും വീട്ടിനകത്ത് കയറി 4 ഡോറുകൾ വെട്ടിപ്പൊളിച്ച് ബെഡ്റൂമിൽ കിടന്ന എൻ്റെ ഭർത്താവിനെ വലിച്ചഴിച്ച് 4-5 പോലീസുകാർ വലിച്ചഴിച്ച് ഹാളിലേക്ക് കൊണ്ടുവരികയും കൊണ്ടുവന്ന് തലയിലും നെഞ്ചിലും ലാത്തിയുണ്ടും കൈയുണ്ടും ഇടിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഭർത്താവിനെ അടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യില്ലെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ കുട്ടികളും കൂടി എൻ്റെ ഭർത്താവിനെ കയറി പിടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളതും മാനവരക്തം, മാനവരക്തം, മാനവരക്തം. ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിലെ 3 ഏക്കർ 10 സെന്റ് സ്ഥലവും 47 കെട്ടിടങ്ങളും AK മണി MLA പ്രസിഡന്റായ മൂന്നാർ ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പാട്ടത്തിൽ നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ്. മുമ്പ് DTPC ഈ സ്ഥലം ചോദിച്ചപ്പോൾ അതീവ സുരക്ഷാ പ്രദേശമെന്ന് പറഞ്ഞ് ഭൂമി നിഷേധിച്ചവർ സ്വകാര്യ സൊസൈറ്റിക്ക് സ്ഥലം നൽകിയത് ചട്ടവിരുദ്ധമായാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. DTPCയുടെ ആവശ്യത്തിനെതിരെ റിപ്പോർട്ട് നൽകിയ ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ സമ്മർദ്ദം കാരണമാണോ AK മണിക്ക് വേണ്ടി റിപ്പോർട്ട് മാറ്റി എഴുതിയതെന്ന് VS ചോദിച്ചു. യാതൊരു കാരണവശാലും ഇത് പ്രൊസീഡ് ചെയ്തുകൂടാ. ഞാൻ കേട്ടത് ഇപ്പോൾ ഈ നമ്മളിരിക്കുന്ന ഈ സ്ഥലമെല്ലാം കൂടെ തന്നെ മണിയുടെ ഒരു ആഫീസായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ ധൃതിയിൽ അതിൻ്റെ നിർദ്ദേശം പോകുന്നുവെന്ന്. 3-4 മാസമേ ഉള്ളല്ലോ ഇനി ഭരണത്തിൻ്റെ കാലാവധി. കിട്ടാനുള്ളത് പോക്കറ്റിലും മറ്റുമൊക്കെ ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിലായിരിക്കും ഈ നിർദ്ദേശം എന്ന് തോന്നുന്നു.
ഗ്രാമപഞ്ചായത്ത് മൂത്രപ്പുര പണിയാൻ സ്ഥലം ചോദിച്ചപ്പോൾ പോലും അനുവദിക്കാഞ്ഞ KSEB സൊസൈറ്റിക്ക് റിസോർട്ട് പണിയാൻ സ്ഥലം അനുവദിച്ചതിന് പിന്നിൽ ഉന്നത ഗൂഢാലോചനയുണ്ടെന്നും BS ആരോപിച്ചു. CHR മേഖലയിൽ 1977 ജനുവരി 1 മുമ്പ് ഭൂമി കൈവശമുണ്ടായിരുന്ന കർഷകർക്ക് റവന്യൂ വനം വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി പട്ടയം നൽകണമെന്നും BS ആവശ്യപ്പെട്ടു. CHRലെ ഏലത്തോട്ടങ്ങളിലെ കുത്തകപ്പാട്ടങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 10-25,000 തൊഴിലാളികൾ പണിയെടുക്കുന്ന തോട്ടങ്ങൾ കുത്തക തോട്ടമായിട്ടുള്ളതുണ്ട്, കുത്തകപ്പാട്ട തോട്ടങ്ങളുണ്ട്. ആ പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന തോട്ടങ്ങൾ ഗവൺമെന്റ് എടുക്കാൻ പാടില്ല. കാരണം ആ തോട്ടത്തിലെ തൊഴിലാളികളുടെ തൊഴിലിൻ്റെതായിട്ട് പ്രശ്നം. അതുകൊണ്ട് കാലോചിതമായിട്ട് പാട്ടം വല്ലതും വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ വർദ്ധിപ്പിച്ചിട്ട് ആ പാട്ടക്കാർക്ക് തന്നെ കൊടുക്കുകയും ആ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നത് അത്യാവശ്യമാണ്. പലപ്പോഴും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ ധാരാളമായിട്ട് സംസാരിക്കുന്ന അതല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് ലൈനിൽ പോകുന്ന ആൾക്കാരെ വെറും മരമൗലികവാദികളെന്നും വികസന വിരുദ്ധരെന്നും ഒക്കെ മുദ്രകുത്തിക്കൊണ്ടുള്ളൊരു പോക്കായിരുന്നു പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വത്തിൽ. ഇതിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് ഇവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്നും പരിസ്ഥിതി സംരക്ഷണത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വികസനം തന്നെയാണ് നമുക്ക് വേണ്ടതെന്നുള്ള ഒരവബോധം ഒരുപക്ഷെ ഞങ്ങളെപ്പോലെയുള്ളവർ ആദ്യം കാണുന്നത് ശ്രീ VS-ലാണ്. പൂയംകുട്ടിയിൽ ചില വൻകിട പാർട്ടികൾ വലിയ സ്വാധീനമുള്ള ആൾക്കാർ കയ്യേറ്റം നടത്തിയത് സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി ചില പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര ചെങ്കുത്തായിട്ടുള്ള ഇറക്കം ഇങ്ങനെ ഇറങ്ങി എത്ര ഇറങ്ങിയിട്ടും സ്ഥലത്തെത്തുന്നില്ല. അപ്പോൾ ഒരു ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം നിന്ന് VS കുറേ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിന്നെ VS ഇവിടെ വെയിറ്റ് ചെയ്യും, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം 82 വയസ്സ് കഴിഞ്ഞു, പിന്നെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള VS-നെ അപേക്ഷിച്ച് നോക്കുന്ന വളരെ ചെറുപ്പമുള്ള ആൾക്കാർക്ക് പോലും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ആണ് VS അവിടെ നിൽക്കുക. അതിന് ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞല്ല ഞാനും വരുന്നുണ്ട്. കാര്യം വെച്ചാൽ ഇറങ്ങും തോറും ഇത് മുഴുവൻ കയറി കഴിഞ്ഞാലേ തിരിച്ചെത്താൻ പറ്റുള്ളൂ. പുള്ളി വന്ന് സ്ഥലം നേരിട്ട് കണ്ട് പിന്നെ അവിടെ ഈ കൊടി നാട്ടുന്ന പോലെ കയ്യേറ്റം നടന്നതിൻ്റെ നടുക്ക് കൊണ്ട് കൊടി നാട്ടുന്നത് പോലെ അവിടെ അദ്ദേഹത്തിൻ്റെ കൊടിയും നാട്ടിയതിന് ശേഷം ആണ് തിരിച്ചു വന്നത്. അപ്പം ഇത് ഒരു കാണിക്കുന്ന നിശ്ചയദാർഢ്യം. പിന്നെ ഇങ്ങനെയുള്ള ഇഷ്യൂസിൽ വേറെ എനിക്ക് തോന്നുന്നില്ല വേറെ എന്തെങ്കിലും ലാഭം ഒരു പൊളിറ്റിക്കലായിട്ടൊരു കമ്മിറ്റ്മെന്റ് ശരിക്കുള്ള പ്രതിബദ്ധത കൊണ്ട് മാത്രം ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന രാഷ്ട്രീയക്കാര് വളരെ വിരളമാണ്. ഞാനവിടെ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മഴ ഇങ്ങനെ വന്നിരുന്ന ഈ അട്ടകൾ കുറച്ച് എന്നെ കടിക്കുകയൊക്കെ ചെയ്ത് ഞാനതെല്ലാം എറിഞ്ഞിരിക്കുന്ന എല്ലാ പത്രങ്ങൾ കാണിച്ചിട്ട് നമ്മുടെ നാടിന്റെ ഏറിയ കൂറും ഭാഗങ്ങൾ ഇതേപോലുള്ള കയ്യേറ്റക്കാർ, വനം മാഫിയകൾ, ചന്ദന മാഫിയകൾ ഇവരെല്ലാം കൈയടക്കി വെച്ചിട്ടില്ല. VS അച്യുതാനന്ദനെ പോലെയുള്ള നേതാക്കന്മാർ ഈ കാര്യത്തിൽ താല്പര്യം എടുക്കുകയും ഈ പറയുന്ന കാര്യങ്ങൾ വികസന വിരുദ്ധമല്ലെന്നും ഇദ്ദേഹം തന്നെ ചില സമരങ്ങൾ നേരിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ഉണ്ടായി. ഏറ്റവും നല്ല ഉദാഹരണം മതികെട്ടാനാണ്. മതികെട്ടാനിൽ കണ്ടമാനം കയ്യേറ്റം നടക്കുകയും കാട് വെട്ടിത്തെളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇത് ഇടുക്കിയുടെ പാരിസ്ഥിതിക അവസ്ഥ തകരാറിലാക്കുമെന്നും നമ്മുടെ ഏറ്റവും വലിയ നദിയായ പെരിയാറിൻ്റെ വെള്ളത്തെ ബാധിക്കുമെന്നും അതുപോലെ തന്നെ ഇടുക്കി ഒരു മരുഭൂമിയാവുന്ന കാലം അതിവിദൂരമല്ലെന്നും ഒക്കെ പറയാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. പരിസ്ഥിതി സംരക്ഷണം
ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയത് VS അച്യുതാനന്ദൻ. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ കാണുന്നത് ഈ പരിസ്ഥിതി വിഷയങ്ങൾ ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ വിഷയമാക്കിയ മനുഷ്യൻ എന്നുള്ള ഒരു വലിയ റോൾ അദ്ദേഹത്തിനുണ്ട്. ഇവിടെ പൂയംകുട്ടിയിലും അതിനു മുമ്പ് മതികെട്ടാനിൽ ഞാൻ അദ്ദേഹത്തിനോട് പോയി. അത് മതികെട്ടാനിലാണെങ്കിൽ ഭയങ്കര ദുർഘടമായ വഴി ഇങ്ങനെ ഞങ്ങളൊരു 10-20 വണ്ടികളുണ്ട്. വണ്ടികൾ പോകുന്ന പോലീസുണ്ട്, എല്ലാ സന്നാഹങ്ങളും ഉണ്ട്. പോകുന്നുണ്ടെ പെട്ടെന്ന് വണ്ടിയെല്ലാം നിന്നു. ഞാൻ പുറകിലത്തെ ഒരു വണ്ടിയിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞുണ്ടെ ഒരു 10-20 ചെറുപ്പക്കാർ, നല്ല വെളുത്ത് സുമുഖരായിട്ടുള്ള നല്ല മിടുക്കന്മാർ, സ്വർണ്ണമാലയൊക്കെ ഉണ്ട്. ചിലർക്ക് 1-2 പേർക്ക് അതിന്. എന്നിട്ട് അമ്പും വില്ലുമെല്ലാം എടുത്തിട്ട് ആദിവാസികളാണ് എന്നുള്ള രീതിയിൽ, പിന്നെ ഞങ്ങളുടെ ശവത്തിന്റെ മേളിൽ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ കയ്യേറ്റ സ്ഥലത്തോട്ട് എന്നുള്ള രീതിയിൽ തടയാൻ ശ്രമിച്ചു. ഈ തടയലെ വന്നെ പെട്ടെന്ന് പോലീസുകാരൊക്കെ അൺപ്ലസന്റ് ആയിട്ട് ഈ ഒരു മോശമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് അവരൊക്കെ അല്പം പകച്ചു. അപ്പൊ അദ്ദേഹം അങ്ങനെ VS വണ്ടിയിൽ നിന്ന് ജീപ്പിൽ നിന്ന് പതുക്കെ ഇറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു ചെന്ന് VS വരുന്നു വഴി മാറിക്കൊടുക്കുക എന്ന് പറയും. ഇവന്മാർ പെട്ടെന്ന് സ്ഥലം വിട്ടു ഇറങ്ങി.